കണ്ടോ ചീസ് ഇങ്ങനെ ഒഴുകി വരും. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ചൊക്കെ വേറെ വെളിയിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഈ സ്ഥലത്ത് ഇലക്ട്രോണിക് മാർക്കറ്റ്സിൽ വന്നപ്പോൾ നമുക്ക് ടെംപ്ടേഷൻ കൂടിയിട്ട് വീണ്ടും വന്നിരിക്കുവാണ്. ഇന്നിപ്പോൾ നെക്ക് മസാജർ ഭയങ്കര സംഭവം കേട്ടാ. കിടിലൻ നെക്ക് മസാജർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രണ്ടുപേരും വാങ്ങുന്നുമുണ്ട്. സോ ഇവിടെ രാവിലെ തൊട്ട് ഇവിടെ ആയിരുന്നു. പക്ഷെ നമ്മുടെ പ്ലാൻ എന്തായിരുന്നു ഇന്നത്തെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. പക്ക സ്ട്രീറ്റ് ഫുഡ് ചൈന ഇതുവരെ വന്നിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ വൈകുന്നേരം ആവുന്നതോറും സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്ഥലങ്ങൾ തുറക്കും, സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഷെൻസനിലെ ഇലക്ട്രോണിക് മാർക്കറ്റിൽ വന്ന വേണ്ടാത്ത സാധനങ്ങൾ വാങ്ങി നമ്മൾ വേണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഷെൻസൻ മാർക്കറ്റ്. 5 days ഉണ്ടെങ്കിൽ ഓരോ ഏരിയയിലും ഓരോ ഫ്ലോറും ഓരോ ടൈപ്പ് സാധനങ്ങളാണ് വിൽക്കുന്നത്. ഒരു സംഭവം തന്നെ. അങ്ങനെ ഗൈസ്, നമ്മൾ കൊക്കോ പാർക്ക് ഒന്ന് വന്ന് റഫായി കണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുകയാണ്. വാട്ട് എ പ്ലേസ്, മൈ ഗോഡ്. ഗ്രൗണ്ട് ഫ്ലോറും മൊത്തം റെസ്റ്റോറൻറ്റ്സ് ഓൺലി. ഓ, ഷേക്ക് ഷാക്ക് ഒമ്പോ ബെസ്റ്റ് ബർഗർ. എക്സ്പെൻസീവ് ആണ്, ബെസ്റ്റ് ബർഗറാ. ഭയങ്കര ടേസ്റ്റാ, ഭയങ്കര ടേസ്റ്റാ ചെറിയ. കഴിച്ചായിരുന്നോ ഷേക്ക് ഷാക്ക്? ഇഷ്ടപ്പെട്ടോ? ആ പറ. മാർക്കറ്റിലോട്ട് പോയി സമയം പോകുന്ന അറിയത്തില്ല. അത് കറക്റ്റാ. ഇത് ഫുൾ, ഇത് മുകളിൽ ഫുൾ ഷോപ്സ്. ഐസ്ക്രീം വേണമെങ്കിൽ ഡയറി ക്വീൻ. പക്ഷെ ഇത് കഴിഞ്ഞ് നമ്മൾ സ്ട്രീറ്റ് ഫുഡിലേക്കാണ് പോകുന്നത്. അപ്പൊ അതനുസരിച്ച് കഴിക്കുക കേട്ടാ. വയറ് നിറച്ചും കഴിക്കാതിരിക്കുക. ബ്യൂട്ടിഫുൾ പ്ലേസ്. ആദ്യമായിട്ട് ഒരു യൂറോപ്പ്. പക്ഷെ ഇവിടെ ബാത്റൂമിൽ പോവാം. ആദ്യമായിട്ട് ഒരു ക്ലീൻ ടോയ്ലറ്റ് ചൈന വന്ന് കണ്ടത് കൊക്കോ പാർക്കിലാണ്. വന്നാ മതി. നിക്ക് അവിടെ നിന്നോ. ഇരിക്കാനുള്ള ആംബിയൻസ് ഉണ്ടല്ലോ. തായ് ഫുഡ് ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ. എന്താവോ, എന്തൊരു വൈബുള്ള സ്ഥലമാണ് ഷെൻസൻ. ഭയങ്കര ഇഷ്ടമായിട്ടാ ഷെൻസൻ, ഭയങ്കര ഇഷ്ടമായി. യോഗേർട്ട്, ആ എവിടെ എന്തു യോഗേർട്ടിന്റെ ഷോപ്പ് ഹോൾസെയിലിന് കിട്ടും. പോരെ യോഗേർട്ട്ന്ന്. തായ് ഫുഡ് ഉണ്ട്, പക്ഷെ നമുക്ക് തായ് ഫുഡ് അല്ല, ബർഗർ ഷേക്ക് ഷാക്കാ വേണ്ടത്. ഭയങ്കര റേറ്റ് ആണോ? അത് കോഫിക്കാ. ആ 750 രൂപയുണ്ട്. ബെസ്റ്റ് ബർഗർ, അതായത് നല്ല ബർഗർ എന്നാ ഞാൻ പറഞ്ഞ. എന്താ കാര്യം? 2 million ആയില്ല. 2 million ആയ പ്രിയയുടെ ട്രീറ്റ് ആണ്. അല്ല, ജെറിന്റെ ട്രീറ്റാ. ജെറിന്റെ ഐഡിയ ആയിരുന്നില്ലേ ഞങ്ങളുടെ ആ ഷൂവിന്റെ റീൽ എടുത്തത്? ജെറിന്റെ ഐഡിയ ആയിരുന്നു കേട്ടാ. അപ്പൊ ജെറിൻ പറഞ്ഞ 2 million ആയ ജെറിൻ ട്രീറ്റ് ചെയ്യാമെന്ന്. ഏറ്റവും കൂടുതൽ റീച്ച് വന്ന റീലാ. ഗൈസ്, ഷേക്ക് ഷാക്ക് ഇസ് സംതിങ് അമേസിംഗ്. ഇത് ഇവരുടെ കേളി ഫ്രൈസ് വിത്ത് ബേക്കൺ ആൻഡ് ചീസ് ആണ്. 2 നോർമൽ ബർഗർ. ഇതെൻ്റെ ഫേവറേറ്റ് ബർഗർ, ഫാസ്റ്റ് ഫുഡിലെ ഫേവറേറ്റ് ബർഗറായ ഷ്രൂം ബർഗറാണ്. സോ ഇറ്റ്സ് ലൈക്ക് എ മഷ്റൂം പാറ്റി വിത്ത് സം ബീഫ് പാറ്റി, കുറച്ച് ഫ്രഷ് ടൊമാറ്റോസ്. ഭയങ്കര ക്വാളിറ്റിയാണ്, ഇൻക്ലൂഡിങ് ദ ബൺ. ഒരു മിൽക്ക് ഷേക്കും പിന്നെ 2 ലൈം ജ്യൂസും ഒരു കോക്കും. ഷ്രൂം ബർഗർ ഇതൊരു സെറ്റപ്പാണ്. ഇത് പാറ്റിക്കകത്ത് ചീസായിരിക്കും ആൻഡ് മഷ്റൂംസ് ഓൾസോ. നോക്ക്, ഇത് ഫ്രൈഡ് പാറ്റിക്കകത്ത് കണ്ടോ ചീസ് ഇങ്ങനെ ഒഴുകി വരും. മനസ്സിലായോ? ചീസ് സ്ലൈസ് ഇല്ല. അബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. അതിൻ്റെ മഷ്റൂമും നല്ല ഫ്രഷ് ബീഫും. ആ പിങ്ക്നെസ് നോക്ക്. മെക്ഡോണൾഡ്സിലൊക്കെ ഇതില് മറ്റേ ബ്രൗൺ ആയിരിക്കും. ഇത് കണ്ടോ പിങ്ക്. ഇത് അതുപോലെ ഇത് കണ്ടോ പിങ്ക് ബർഗർ, പ്രോപ്പർ പിങ്ക് പാറ്റി. സോ യു നോ ഹൗ വെൽ കുക്ക്ഡ് ആൻഡ് ഹൗ മച്ച് എന്താ പറയുന്നത് ഒരു ഫ്രഷ്നെസ്. ഫാസ്റ്റ് ഫുഡിൽ തന്നെ ഫ്രഷ്നെസ് കാണുന്നത് വളരെ റെയറാണ്. ദിസ് ഇസ് അമേസിങ്.
ബർഗറൊക്കെ കഴിക്കുമ്പോ അങ്ങനെയൊക്കെ കഴിക്കണം, എങ്ങനൊക്കെ ഇവിടെ ആക്കി. അതുകൊണ്ടാണ് പ്രിയ ഒന്നും കഴിക്കാതിരിക്കുന്നത്, അറിയോ? എനിക്ക് ഇഷ്ടമല്ല ബർഗർ. കഴിക്കണ്ട, നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ വണ്ടികൾ കാണാൻ വേണ്ടി മാത്രം നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് വരാം. ഇത് നോക്ക്, ഈ വണ്ടിയുടെ ബാക്കിലെ സീറ്റ് ഇല്ലേ, അത് ഫുൾ പൊങ്ങിയിട്ട് ഇത് എന്തൊരു റിക്ലൈനിങ് ആന്ന് നോക്ക്. ആ ഇപ്പുറത്തെ സീറ്റ് സീറ്റാണ് ബാക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. അയ്യോ, ഇത് ഫുൾ ബെഡും ആവുന്നു, കാലൊക്കെ പൊക്കി വെച്ച് അദ്ദേഹം കയറി ഇരിക്കുന്നുണ്ട് ചെക്ക് ചെയ്യാൻ. ഓ, രാജകീയമായ യാത്ര എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഫസ്റ്റ് ക്ലാസ് സംഭവം തന്നെ കേട്ടാ. ഒരു മീറ്റിംഗ് ഒന്നും നടത്താലോ. അത്രേ കാണത്തുള്ളൂ ഇതിന്. ഫുൾ സ്ക്രീനൊക്കെ ഇട്ട് സംഭവം തന്നെ. ചൈന അതെ, ആംബിയൻ ലൈറ്റ് ഒക്കെ നോക്ക്. അതിൻ്റെ അകത്ത് സീറ്റിന്റെ അവിടെ ഫീച്ചേഴ്സ് ഒക്കെ അതെ, മസാജറും എല്ലാം കാണും ചിലപ്പോ കേട്ടാ. അടിപൊളി, പക്ക ക്വാളിറ്റി അല്ലേ. ഇവിടുത്തെ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന കൊക്കോ പാർക്കിൽ വരുന്ന ഫുഡ് കോർട്ട്സ്. റാമൻ തൊട്ട് കൊറിയൻ കറി, സോ തായ് ഉണ്ട്. ഐ തിങ്ക് സോ മിഷ്ലിൻ സ്റ്റാർ ഏതോ റെസ്റ്റോറൻറ്റ് ഷെഫിൻ്റെ ഏതോ 2 റെസ്റ്റോറൻറ്റ്സ് കാണുന്നുണ്ട്. ഗോട്ട് സോ മച്ച് ഓഫ് ഓപ്ഷൻ ഇവിടെ തൊട്ട് അങ്ങ് അറ്റം വരെ. ആൻഡ് ഭയങ്കര ലൈവ്ലി യങ് ക്രൗഡ് ആട്ടെ ഇവിടെ മൊത്തം. മസ്റ്റ് വിസിറ്റ് ആണ്. കൊക്കോ പാർക്ക് ഇസ് എ മസ്റ്റ് വിസിറ്റ് ഇഫ് യു കം ടു ഷെൻസിൻ, ബിക്കോസ് ഒരു ഹാപ്പനിങ് ഏരിയ ആണ്, ഒരു ചിൽ ഔട്ട് ഏരിയ ആണ്, ഒരു ഇന്റർനാഷണൽ വൈബും ഉണ്ട്, വൃത്തിയുള്ള ബാത്റൂമും ഉണ്ട്. അതാണ് മെയിൻ. ഇങ്ങനത്തെ ഓരോ റെസ്റ്റോറൻറ്റിൽ കയറാനുള്ള ക്യൂ ആണ് ഇതൊക്കെ. ഇതൊക്കെ മറ്റേ ഹോട്ട്പോട്ട് സംഭവം തോന്നുന്നു. മറ്റേ സംഭവം ഉണ്ടല്ലോ ജപ്പാനിലെ സൂഷിറോ പോലെ അല്ലേ, തായ്ലാൻഡിൽ നമ്മൾ കഴിച്ചില്ലേ, കൺവെയർ ബെൽറ്റിൽ കൂടെ ഫുഡ് വരും, ആവശ്യമുള്ളത് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കൺവെയർ ബെൽറ്റിൽ കൂടെ വരും, അത് എടുക്കുക. ക്രെംബ്രൂളെ ടാർട്ട് ഉണ്ടല്ലോ, ഞാൻ ജപ്പാനിൽ പോയി കഴിച്ചു. 1/2 മണിക്കൂർ ക്യൂ നിന്നാ കഴിച്ചു. അതിന്റെ ചെയിനിന്റെ പേര് മറന്നുപോയി. എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് കഴിക്കാൻ പോയതും താഴെ വീണു. അത് കണ്ടിട്ട് ആ സ്റ്റാഫ് എനിക്ക് 2 എണ്ണം എക്സ്ട്രാ തന്നു, പൈസ വാങ്ങാതെ. ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു, അവരോട് നോ 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 എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം തന്നു. അതിന്റെ വ്ളോഗിലുണ്ട് അത്. ഭയങ്കര ടേസ്റ്റ്. ഇത് ക്യൂ ആണ്, ഇതിന്റെ ഏത് ബ്രാഞ്ചിൽ പോയാലും ക്യൂ ആണ്. അത് തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ കണ്ടിട്ട് അതായിട്ടാ തോന്നുന്നത്. ഹെവൻലി ആണെങ്കിൽ അത് തന്നെയാ. ഹെവൻലി ഭയങ്കര ടേസ്റ്റാ. അപ്പൊ ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഫുൾ ബേക്ക്ഡ് പ്രോഡക്ട്സ് കഴിച്ച് ഇതിന്റെ റിവ്യൂ ചെയ്യാനാണ് തോന്നുന്നത്. ലുക്ക് അറ്റ് ദ ചീസ് ബ്രെഡ് ആൻഡ് ബേക്കൺ ആൻഡ് സ്റ്റഫ്. ഞങ്ങൾ കൊക്കോ പാർക്കിൽ നിന്ന് ഇപ്പോഴും ഇറങ്ങുന്നത്. ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റ്. ഇവിടുത്തെ സ്നാക്സ് അതൊക്കെ ഇനി പിന്നെ എപ്പോഴെങ്കിലും വ്ളോഗ് ചെയ്യാം. ഇവിടുത്തെ സ്നാക്സും സൂപ്പർ മാർക്കറ്റ് ഫുഡൊക്കെ. ഇനി ഞങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് നേരെ ഫുഡ് സ്ട്രീറ്റിലേക്ക് പോകാൻ നോക്കുവാണ്. കാരണം ഇവിടെ ഒന്ന് സ്ട്രീറ്റ് ഫുഡ് കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ. പക്ഷെ എനിക്കൊന്ന് ചൈനീസിലെ സ്ട്രീറ്റ് ഫുഡും ബാക്കിയുള്ള എല്ലാ ഫുഡിനും കാട്ടി ടേസ്റ്റ് ഈ ബേക്കറി ഫുഡ് അല്ലേ, ഭയങ്കര ടേസ്റ്റ്. ബ്രെഡ്സ്. ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ, മെട്രോയും എല്ലാം ക്ലീൻ ആണ്. എനിക്ക് മനസ്സിലാക്കി എന്താണ് ബാത്റൂം മാത്രം വൃത്തിയാടുന്നത്. നല്ല എയർ കണ്ടീഷൻ, നല്ല ക്ലീൻ മെട്രോ, മോഡേൺ സീറ്റിംഗ്. ഒരു ഗ്രാൻഡ്നെസ് ഒന്നുമില്ല, പക്ഷെ അത്യാവശ്യം നല്ല ക്ലീൻ മെട്രോ ആണ്. നമുക്കിനി ഭയങ്കര ചീപ്പാണ് മെട്രോ, ഭയങ്കര ചീപ്പാണ്. ഇപ്പോൾ ഒരു 6 സ്റ്റേഷനൊക്കെ പോകാൻ ഒരു നാട്ടിലത്തെ ഒരു 32 രൂപയേ ഉള്ളൂ. നമ്മൾ നേരെ പോയി ഇറങ്ങുന്നതും ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. ഇരിക്കുന്ന 2 പേര്. അപ്പോൾ നമ്മളിത് മെട്രോന്ന് ഇറങ്ങി നേരെ മെട്രോ സ്റ്റേഷനിൽ കൂടെ വരുന്നത് മോളിൻ്റെ അകത്തേക്കാണ്. മോളിൻ്റെ അകത്തൂടെയാണ് നമ്മൾ പെഡസ്ട്രിയൻ സ്ട്രീറ്റിലേക്ക് പോകുന്നത്. ഡോങ് മെയിൻ പെഡസ്ട്രിയൻ സ്ട്രീറ്റ്. അവിടെ നമ്മൾ ഫസ്റ്റ് പോകുന്നത്. പക്ഷേ ഇവിടെ തന്നെ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്ട്രീറ്റ് ഉണ്ടെന്നാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത്. പക്ഷേ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ ഷോപ്പിംഗ് ഓപ്ഷൻസ് ആണ്. എന്തൊരു കൺവീനിയൻസ് അല്ലേ. അതുമാത്രമല്ല ബിസിനസ്സുകാർക്ക് നല്ലല്ല. കാരണം ഇത്രയധികം ട്രാഫിക് വരുന്ന അല്ലെങ്കിൽ ആൾക്കാർ വരുന്ന ഒരു സ്ഥലം, അത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് പെഡസ്ട്രിയനിലേക്ക് പോകുന്ന വഴിക്ക് വരെ അവർ ഷോപ്പിംഗ് സ്പേസ് ഫുള്ളി യൂട്ടിലൈസ്. മൊത്തം അണ്ടർഗ്രൗണ്ട് ആണ് ഇത്. ഇതൊക്കെ ഒരു സംഭവം തന്നെയല്ലേ. എത്ര പേരായിരിക്കും ഇത് കൊണ്ട് ജീവിക്കുന്നത്, നല്ല വരുമാനം കിട്ടുന്നത് അല്ലേ. സർക്കാരിനാണെങ്കിൽ സർക്കാരിൻ്റെ പ്ലേസിന് റെൻറ്റും കിട്ടും. വിഷൻ, ഇതാണ് വിഷൻ. തുടക്കം നമുക്ക് ഇവിടുന്നേ തുടങ്ങിയാലോ. എന്തോ നല്ല കളറിലെ സോസേജും മുളക് പൊടിയും ഉണ്ട്. ഒരു സോസേജ് എടുത്ത് ഷെയർ ചെയ്യാം, ഓരോന്നായിട്ട് കഴിക്കാം. പൊടിയോ മുളക് പൊടിയാണോ നോക്കട്ടെ. ഇത് ഇവിടെ മിക്കവാറും ഇന്ന് രാത്രി ബാത്റൂമിന് അടിയാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കേട്ടാ. മുളക് പൊടിയില്ലേ, മുളക് പൊടിയിൽ മുളക് ചേർത്ത എരിവ്, ഒടുക്കത്തെ എരിവ്. ഓ, ജെറിന് കൊടുത്ത് നോക്കണം. ഭയങ്കര എരിവ്.
ജീവിതത്തിൽ കഴിച്ചിരിക്കുന്ന ഏറ്റവും സ്പൈസിയസ് സോസേജ്. അത് പൊടി വാരി അന്ന് അങ്ങനെ ഫസ്റ്റ് ബൈറ്റ് എടുത്തു. അതിന്റെ കൂടെ നല്ല ക്രിസ്പി, നല്ല സ്നാപ്പുള്ള പിങ്ക് കളർ പോർക്ക് സോസേജ്. ഓ, നമ്മൾ ഇത്രയും നടന്നു വന്ന് അന്ന് ജ്യൂസ് കുടിക്കാൻ പോയി കാണും. എരിഞ്ഞിട്ടുണ്ടല്ലോ. ഓ, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതുപോലത്തെ അണ്ടർഗ്രൗണ്ട് ഏരിയ ഒക്കെയാണ്. മൊത്തം ഇതുപോലെ എക്സ്പ്ലോർ ചെയ്ത് ഷോപ്പിങ്ങും ചെയ്ത് മുകളിൽ പോകുമ്പോ ഫുഡും. ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് വിന്റർ വെയർസ് വാങ്ങി. കാരണം നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ട്രിപ്പ് പൊളിക്കണ്ടേ, പൊളിച്ചെടുക്കണ്ടേ. സോ ഈ കാണുന്നൊക്കെ വിന്റർ വെയർ ആണ്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ പർച്ചേസ് അല്ല കേട്ടോ. ഫസ്റ്റ് വന്നപ്പോ കുറെ വാങ്ങി, പിന്നെയും കുറെ വാങ്ങി. ഭയങ്കര അഫോർഡബിൾ, നല്ല ക്വാളിറ്റി. അല്ലെ, ഒരു കൊളംബിയയുടെ ഒക്കെ ക്വാളിറ്റി തോന്നിക്കുന്നില്ലേ അല്ലേ? എന്നാപ്പാ സ്ട്രീറ്റ് ഫുഡാണ്. അപ്പൊ ഞങ്ങള് കുറച്ച് കഴിച്ച് നടക്കാന്ന് വിചാരിച്ചു. ബീഫാന്ന് പറയുന്നതിന്റെ അകത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരെണ്ണം എന്തായാലും എടുത്തിട്ടുണ്ട്. 10 രൂപ, സോ ലൈക്ക് 100 രൂപ. എങ്ങനെയുണ്ട് സംഭവം നോക്കട്ടെ കേട്ടോ. കൊള്ളോ, 10 ഉള്ളൂ. ഭയങ്കര ചൂട്. ആ, ഭയങ്കര തിരക്ക് കേട്ടോ. ഇത് ഒരു തന്തൂരി പോലത്തെ സംഭവത്തില് അവരിങ്ങനെ തന്തൂരി നാനില്ല അതുപോലെ എടുക്കും. എന്നിട്ട് അതിന്റെ നടുക്ക് നമ്മുടെ ചപ്പാത്തി പോലെ എന്തെങ്കിലുമൊക്കെ സ്പ്രെഡ് ചെയ്യും, ജാമോ ബീഫോ ഷുഗറോ, എന്നിട്ട് മടക്കി വെച്ച് കൊടുക്കും. കൊള്ളാം. ചൈനീസ് ഫുഡ് നമ്മൾ പ്രതീക്ഷ പോലെ അല്ലേ. പക്ഷേ റൈസ് നൂഡിൽസ് മാത്രമാണ് ഇവരുടെ ഒരു മെയിൻ ഫുഡ്. ഇതുപോലെ നാൻ എടുത്ത് മടക്കിയിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് എടുത്തു കൊടുക്കും. എന്തോ ഒരു യുണീക്ക് സാധനങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഓരോ സ്ഥലത്തും പോകുമ്പോൾ കാണുന്നത്. ഇത് ഒക്ടോബസിന്റെ സ്ക്യൂവേഴ്സ് ആണ്. ഇവിടെ ഒക്ടോബസ് ഭയങ്കര വീക്ക്നെസ് ആണ്. കുറെ ടൈപ്പ് സ്ക്യൂവേഴ്സ് ഉണ്ട്. എന്നാലും നമുക്ക് കുറച്ചൊന്ന് നടന്ന് കറങ്ങി വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പോയി നോക്കാം. അതുപോലെ തന്നെ പോപ്പുലർ ആണ് ഇവിടുത്തെ പല ടൈപ്പ് സ്റ്റീം ബൺസ്. യു ഗോട്ട് ദീസ് പോർക്ക് ബൺ, ഷ്രിംപ് ബൺ, ബൺസ് അല്ല സോറി, ഇതിന് ഡിംസംസ് എന്നൊക്കെ പറയും. ഇതിന്റെ കുറേ വെറൈറ്റി ഉണ്ട്. എനിക്കൊന്ന് ചിലതൊക്കെ മധുരമായിരിക്കും. ഇതൊക്കെ മധുരമായിരിക്കാനാണ് സാധ്യത. ഇത് സ്വീറ്റ് പൊട്ടാറ്റോ, പേർപ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ, അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യായിരുന്നു. ഇത് നോക്ക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ്, ജെല്ലി, സിറപ്സ്, ബബിൾസ്, ബോബ, പിന്നെ മറ്റേ പയർവർഗ്ഗങ്ങളാണെന്ന് തോന്നുന്നു. എല്ലാം കൂടെ വെച്ചിട്ട് ഐസ്ക്രീമിലെ ടോപ്പിംഗ്സ് ആയിട്ട് ഇട്ട് തരുന്നതാണെന്ന് തോന്നുന്നത്. കാരണം ഇവിടെ ഐസ്ക്രീം എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അമേസിങ് നോ. ചൈനീസ് സ്ട്രീറ്റ് ഫുഡ് എന്തോരം വെറൈറ്റി. തുടക്കമായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് അധികം കഴിക്കാൻ പറ്റുന്ന തോന്നില്ല. കാരണം ഓരോ സാധനത്തിനും ഒടുക്കത്തെ സൈസാണ്. സോ നമുക്ക് നമ്മുടെ ഷ്രിംപ് ടംപ്ലിങ്ങിൽ തന്നെ തുടങ്ങാം. അത് ഈ മുളക് ചട്നിയിലൊന്ന് മുക്കാം. ചൈനയിൽ വന്ന് ചൈനീസ് ഫുഡ് ഷിയാങ്ങിലെ പോലത്തെ ചൈനീസ് ഫുഡ് പ്രതീക്ഷിച്ച് വന്നിട്ട് നെഞ്ച് തകർന്നു പോകത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഉള്ളത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഒത്തന്റിക് ചൈനീസ് ഫുഡാണ്. അതാണ് ടേസ്റ്റ് ഇല്ലാത്തത്. ഓ, സൂപ്പർ ആണോ? ഭയങ്കര ഫ്ലേവറും. ആണോ? ഇത് മിൻസ്ഡ് പോക്കാണ്. പോക്ക് ഇങ്ങനെ അതിന്റെ ബ്രോത്തിൽ കുക്ക് ചെയ്തിട്ട് ഒരു കട്ട്ലറ്റ് പോലെ ആക്കിയിട്ട് നഗറ്റ്സ് പോലെ ആക്കിയിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഈ വെളിയിലത്തെ ബാറ്റർ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. ഇത് നോക്കട്ടെ. ഇതിന്റെ ഗ്ലൂട്ടൻ നോക്ക്, എന്തോ ഒരു ടെക്സ്ചറാന്ന് നോക്കിക്കേ. ഇവിടെ മുളക് ചട്നി ഒരു രക്ഷയില്ല കേട്ടോ. ഗ്ലാസ് സ്കിൻ. പ്രിയയുടെ സ്കിൻ ഇതുപോലെ ആയിരുന്നെങ്കിലോ തകർത്താര. ഇതിപ്പോ ദില്ലുവിന്റെ സ്കിൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ഓ, നിങ്ങൾക്ക് 100% ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ബൺസും ഡിംസംസ് ഒക്കെ ട്രൈ ചെയ്യാം. കാരണം ഭയങ്കര ഫ്ലേവർഫുൾ ആണ്. ഒട്ടും റോ അല്ല കേട്ടോ, ഒട്ടും റോ അല്ല. കമ്പാരിറ്റീവ്ലി ഭയങ്കര ഹെൽത്തിയാണ്. ഇതിൻ്റെ അടുത്ത് പോക്കും ഉണ്ട്, എനിക്കൊന്ന് ഗ്രീൻ അണിയൻസും സെലറിയും ഉണ്ട്, സാധാരണ അണിയൻസും ഉണ്ട്. ഇതിൽ മുക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ പാക്ഡ് ഫ്ലേവർ. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. പാമ്പാണോ പഴുതാരയാണോ പോർക്കാണോ ഒന്നും അറിയില്ല. കണ്ടിട്ട് എന്തോ പോലെയുണ്ട്. അല്ല, അത് പച്ചക്കറിയുടെ എന്തോ ആണ്. നോക്കട്ടെ, സോസ് ഇല്ലാതെ കഴിച്ചു നോക്കാം. ഏറ്റവും ഫ്ലേവർ ഇതിനാണ്. എനിക്കത് ഇതിൻ്റെ വെളിയിൽ എന്തോ ടോഫു സ്കിന്നാണ് അതിൻ്റെ ബാറ്ററായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് തോന്നുന്നു. അകത്ത് നല്ല മിൻസ്ഡ് പോക്ക്. അത് പ്രിയക്ക് വെച്ചില്ല. പ്രിയയുടെ സാധനം സ്വീറ്റ് പൊട്ടാറ്റോ. പർപ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ. ഓ, നൈസ്. ബാക്കിയുള്ള എല്ലാം നോൺ വെജ് ആണ്.
ദിസ് വെജ് ഇസ് ദ ബെസ്റ്റ്. ആണോ? ഈ മമ്മി ഡാഡി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു 5 ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിയാവും, വയറും നിറയും, ഒടുക്കത്തെ ടേസ്റ്റ്. ഈ വെജിറ്റേറിയൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറെ വെജ് ഓപ്ഷൻസ് ഉണ്ട്. ബൺസും ഇതുപോലത്തെ എന്താ പറയുന്നത് സ്വീറ്റ് പൊട്ടാറ്റോന്റെയും അതുപോലെ കോണ്. ഇവിടെ ഒരു 10 വെറൈറ്റി വെജ് ഉണ്ട്. ഭയങ്കര നമ്മൾ ചൈനയിൽ എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. ഇറ്റ്സ് വെരി നൈസ്. ഫസ്റ്റ് സ്ട്രീറ്റ് ഫുഡ് ഡിസ്കവറി അടിപൊളി. ആ സോസേജിന്റെ എരിവ് ഇതുവരെ മാറിയിട്ടുമില്ല. ഒരു തെറ്റാറുണ്ട്, ചൈന ഭയങ്കര ചീപ്പ് ആൻഡ് അഫോർഡബിൾ ആണ്. ഒരിക്കലല്ലോ. ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഒക്കെ തായ്ലൻഡും മലേഷ്യ ഒക്കെ വെച്ച് നോക്കുമ്പോൾ മച്ച് മോർ എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ എവിടെ പോയാലും ഈ ജ്യൂസ് മിക്സി എന്ന് പറഞ്ഞ സ്ഥലത്ത് വിട്, ബാക്കിയുള്ള ഏത് സ്ഥലത്ത് പോയാലും ഇങ്ങനത്തെ ഒരു ലൈം ജ്യൂസിന് 10 യുവാൻ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഒരു 100 രൂപ വരും. പക്ഷേ ഓബ്വിയസ്ലി ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. ഞാൻ ഇതുവരെ ഒരു 30 രൂപ 40 രൂപ 50 രൂപയ്ക്കൊന്നും ലൈം ജ്യൂസ് ഇതുപോലെ സ്ട്രീറ്റ്സിലൊന്നും കണ്ടിട്ടില്ല. 7-11 അങ്ങനെയൊക്കെ എന്നാലും ഒരു 60-70 രൂപ വരും കേട്ടോ. സോ ചൈന ഒരു ചീപ്പ് ട്രാവൽ ഡെസ്റ്റിനേഷൻ ആണ് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് അല്ല. നമുക്ക് ഷോപ്പിംഗ് അതൊക്കെ ചീപ്പാണ്. ഫുഡ് ഓക്കെ, നോട്ട് എക്സ്പെൻസീവ് നോട്ട് ചീപ്പ്. ആ ഒരു റേറ്റിലാണ് പേഴ്സണലി വരുന്നത്. തായ്ലൻഡും വിയറ്റ്നാമും മലേഷ്യയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ മേ ബി ഒരു 30% 40% എക്സ്പെൻസീവ് ആണ് ഫുഡിന് ആൻഡ് ഡ്രിങ്ക്സിന്. ഇത് വാങ്ങിയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി പോട്ടെ. നമ്മുടെ നെക്സോൺ പോലും ഇത്ര ഓടിയിട്ടില്ല എന്ന് തോന്നുന്നു. 10 രാജ്യങ്ങളിലും ഇഷ്ടം മാതിരി ഓടിയിട്ടുമുണ്ട്. ലഗേജിന് നല്ല സ്പേസും ഉണ്ട്, നല്ല ബൂട്ട് സ്പേസ് അകത്തും വെളിയിലൊക്കെ. മറ്റേ വണ്ടിക്ക് കാരിയർ മേളി വെക്കുന്ന പോലെയാണ് ഇതിന്റെ ബാക്കിൽ ഇതും. ഇതിന്റെ അകത്തുള്ള ഡിക്കി സ്പേസ് പോലെയാണ് ഇതിന്റെ അകത്തുള്ളത്. ഫുള്ളാണ് പ്ലസ് ഫ്രീയാ. എത്ര കിലോമീറ്റർ ഓടി ഒരു ചെലവും ഇല്ലാതെ അല്ലേ? പെട്രോളും അടിക്കണ്ട. ഈ ഏരിയ കൊള്ളാം. പ്രിയാതെ സ്വീറ്റ് പൊട്ടാറ്റോ ബോൾസ് ആണെന്ന് തോന്നുന്നു. ഇത് ഫുൾ ഫുഡ് സ്ട്രീറ്റ് ഫുഡ് ഒരു മോള് പോലെ അടിയിൽ അവർ ചെയ്തു വെച്ചിരിക്കുകയാണ്. വേറെ എന്ത് വേണം? നല്ല സൗകര്യത്തോടെ ഇരുന്ന് കഴിക്കാമല്ലോ സ്ട്രീറ്റ് ഫുഡ്. അടിപൊളി. ഫുഡ് കോർട്ടിന്റെ അകത്തും ഈ സംഭവം ഉണ്ട് അല്ലേ? നല്ല സൗകര്യമാണല്ലോ. വാട്ടർ മെലണൊക്കെയാ വരുന്നത്. ഹോട്ട് പോട്ട് വലിച്ച് കുക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് പോട്ട് വെച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സൂപ്പ് എടുക്കാം. അതിനകത്ത് ഇതിട്ട് കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാം. പക്ഷെ ഇവർ ബില്ലിങ് എങ്ങനെയാവോ ചെയ്യുന്നത്? വറക്കുന്നത് ടോഫു ആണ്, ഇത് പൊട്ടേറ്റോ ആണ്. പൊട്ടേറ്റോ പീൽ ചെയ്തിട്ട് ഡീപ്പ് ഫ്രൈ. ഇവിടെ മൊത്തം ഡീപ്പ് ഫ്രൈഡിന്റെ സാധനങ്ങൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സീവീഡിന്റെ അകത്ത് റാപ്പ് ചെയ്ത് എന്തോ സംഭവമാണ്. ഇതൊക്കെ എന്താ പോർക്കാണോ? ഇതെന്തായാലും ഓർഡർ ചെയ്യണത് പോർക്ക് ക്രിസ്പി പോക്ക്. അതെന്തായാലും പറഞ്ഞു നോക്കണം. കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് ക്രിസ്പി പോക്ക്. സ്മോൾ പോർഷൻ മതിയല്ലോ. നമുക്ക് പോർക്ക് അവർ സ്ലൈസ് ചെയ്യുന്നത് ക്രിസ്പി പോക്കാണ്. അത് റിബാണ്, പോക്ക് റിബ്. എനിക്കൊന്ന് അവർ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ഒരു സെറ്റപ്പാന്ന് തോന്നുന്നു. നല്ല ജ്യൂസിയാണ്. അതിനകത്ത് നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് എൻ്റെ ഓയിലും ഫാറ്റും എല്ലാം കൂടെ. ഇത് ഇവരുടെ ഗ്രിൽഡ് പോർക്കാണ്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ വാങ്ങിക്കണമെന്ന് കണ്ടു. ഓ എൻ്റെ അന്തോ, കഴിഞ്ഞ വന്ന് ഇതാണ് ലാസ്റ്റ് നമ്മൾ കഴിക്കുന്നത്. എന്താ ഭയങ്കര ടേസ്റ്റ്. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒരു ഒക്ടോബസ് കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരു ഒക്ടോബസും എടുക്കാം, 3 ബീഫും എടുക്കാം. ഏതാ വേണ്ടേന്ന് എനിക്കൊന്ന് ഇതായിരിക്കും ബെറ്റർ. ഇത് സീവീഡാ. ഇത് വേറെ എന്തോ മറ്റേ ക്രാബിന്റെ വല്ലതും ആയിരിക്കും. എന്ത് കഴിച്ചാലും മണി കിട്ടും, അത് ഉറപ്പാ. ചൈനയിൽ വന്ന് പച്ചക്കറി കഴിച്ചില്ല എന്ന് വേണ്ട. ഇഷ്ടം മാതിരി പച്ചക്കറി എടുത്ത് എണ്ണയിൽ ഗ്രില്ല് ചെയ്ത് കുറെ ഷ്രിമ്പും ഇട്ട് അതിൻ്റെ കൂടെ നല്ല എരിവുള്ള ഗാർലിക് സോസും കൂടെ ഇട്ട് ഒരു പിടുത്തം പിടിക്കാം. റെഡിയാവും. ആ ജെറിന് കൊടുക്കണേ. ആ ബീഫ് നല്ല അറബിക് ബീഫ് ഫ്രൈ കബാബ് അടുത്ത് കഴിഞ്ഞായിരുന്നേ. വിളിക്ക്, ഹോട്ടൽ അടുത്ത് തന്നെയാ. ഇവിടുത്തെ സംഭവം എന്താണെന്നറിയോ? എന്ത് മീറ്റ് എടുത്താലും ഇവർക്ക് ഫാറ്റ് കുളിച്ചു കിടക്കണം. നമ്മൾ ആ ബീഫിന്റെ ഫാറ്റ് കഴിച്ചില്ലേ? എങ്ങനെ ഞാൻ അത്യാവശ്യം ഫാറ്റി ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഒരു ബൈറ്റ് കൂടുതൽ എടുക്കുന്നില്ല. ഇപ്പൊ ഇതൊക്കെ മീറ്റൊക്കെ ഫുൾ റിച്ച് ആണ്. ബീഫാണ്, പക്ഷെ നല്ല ഫാറ്റി പീസസ് ആണ്. അതായത് ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ കുറെ ഫാറ്റ് പോവും. എന്നിട്ടും ഭയങ്കര ഫാറ്റി. കണ്ടാ കാണുമെന്നൊന്നും അറിയില്ല. ഒരു യെല്ലോ കളറും കാണാം, കുറച്ച് മീറ്റും കാണാം. എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ഫാറ്റനിങ്. നമ്മൾ ആദ്യത്തെ 2 ബൈറ്റ് എൻജോയ് ചെയ്യും, പിന്നെ അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം ഇതിലൊന്നും ആ സോസാണ് ഇതിന്റെ ഫാറ്റ് കുറച്ച് കട്ട് ചെയ്യുന്നത്, അതെ കുറയ്ക്കുന്നത്. ആ ഫാറ്റും കൂടെ ആ സോസും കൂടെ ഇല്ലെങ്കിലുണ്ടല്ലോ, ഇറ്റ്സ് ജസ്റ്റ് സോ മച്ച് ഓഫ് ഫാറ്റ്. ഓൾറെഡി ഫാറ്റി മീറ്റ്സ് ആണ്, ഫാറ്റി കട്ട്സ് ഓഫ് മീറ്റാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ഫ്രൈയും ചെയ്യും. മട്ടിച്ചു. അന്ത് കുക്കുംബറും അണിയൻസും മാത്രമേ കഴിക്കുന്നുള്ളൂ. ആദ്യമായിട്ട് പ്രിയ ചൈനയിൽ വന്ന് സ്വന്തമായിട്ട് ഒരു ഡിഷ് ഓർഡർ ചെയ്തു. ഫ്ലോപ്പ് ആവാനാണ് എല്ലാ സാധ്യതയുണ്ട്.
ഇതേ നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം. പ്രിയ അവിടെ കണ്ട എല്ലാം ഇട്ട് 10, 200, 300 രൂപയുടെ സാധനങ്ങൾ, 10 രൂപയുടെ സാധനമാണ്. എല്ലാം കൂടെ ഇട്ട് ഒരു 300 രൂപ ആക്കിയിട്ടുണ്ട്. അതെ, ഇതെന്താണെങ്കിലും പ്രിയ കഴിച്ചില്ലെങ്കിലും ജെറിൻ കഴിച്ചോളൂ. യോഗോട്ട് ആയിരിക്കും. 4 മിനിമം എത്ര, ഒരു 6 ലിറ്റർ, ഒരു 6 യോഗോട്ട് ഡെയിലി കഴിക്കില്ലേ ജെറിന്? രാവിലെ ഒരു നേരം, ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം 3 എണ്ണം. അതാ പറഞ്ഞ മുട്ടൻ ഫ്ലോപ്പ് ഡിസേർട്ട്. സമാധാനമല്ല. അതെ, പിന്നെ എന്തിനു കൊള്ളാം. കസ്കസ്, ജെല്ലി, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ ടേസ്റ്റ് ഇല്ല. അത് മാത്രമേ. പ്രിയ മോഹൻ, എനിക്ക് കണ്ടാ അറിയാം. ഓ പിന്നെ കറുത്ത ജെല്ലിയായിരുന്നല്ലേ. എന്ത് മീശ മാത്രമത്തെ ഡയലോഗ്, മധുരമില്ലാത്ത പായസം. സമാധാനമായില്ല. ഇനി വേറെ ഒരു ഡിസേർട്ടും ഇല്ല കേട്ടോ. ഞങ്ങൾ വേറെ എന്തെങ്കിലും നല്ല പോയി കഴിച്ചോളാം. ഇത് കണ്ട രാത്രിയാണ്, 12 മണിയുടെ അടുത്തായി. ഇവരിവിടെ മൊത്തം പവർ ക്ലീൻ ചെയ്ത് നല്ല വെൽ ലിറ്റാണ്. ഇത് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ഓബിയസ്ലി റോഡിന് മുകളിൽ കൂടെ പറ്റില്ല. അണ്ടർപാസ് ആണ്. ഒരു പോലീസുകാരൻ ഫുൾ ടൈം കാണും രാത്രിയായി ഇവിടെ. ഞാൻ റെക്കോർഡ് ചെയ്തില്ല, ബാക്കിലിരിക്കുന്നുണ്ട്. അതല്ലാതെ കംപ്ലീറ്റ് CCTV സർവൈലൻസിലാണ്. ഡസ്റ്റ്ബിൻസ് എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ചൈന മൊത്തമായിട്ട് നോക്കുമ്പോൾ അടിപൊളി ക്ലീനാണ്. ബാത്റൂംസ് മാത്രമേ ഉള്ളൊരു വിഷയം. ഗൈസ്, വേർത്ത് കുളിച്ചിരിക്കുവാണ്. ഇവിടുത്തെ ചൂട് കൊണ്ടല്ല, ഇവിടുത്തെ സമ്മേഴ്സ് എന്തായാലും എനിക്കൊന്ന് ഭയങ്കര ചൂടായിരിക്കും. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്, ഞാൻ കാണിച്ചെന്നില്ലേ. 8 എക്സിറ്റ്സ് ഉണ്ട്. ഞങ്ങൾ 3 എക്സിറ്റ് മാറി കയറി. എസ്കലേറ്റർ ഇല്ല. ഏകദേശം ഒരു 50-100 സ്റ്റെപ്പ് കയറി ഇറങ്ങിയാണ് ഇപ്പോൾ കറക്റ്റ് സ്ഥലത്ത് എത്തിയത്. സോ എന്തായാലും ചൈനയോട് നമ്മൾ ബായ് പറയുകയാണ്. ടോട്ടലി അല്ല, കാരണം നാളെ നമ്മുടെ ജേർണി ഹോങ്കോങ്ങിലേക്കാണ്. സോ ഷെൻസൻ, ഗങ്ജാവ് ഒക്കെ അടിപൊളിയായിരുന്നു. OHA ഫ്ലീ മാർക്കറ്റ് നമുക്ക് എന്തായാലും കാണണം. November 30 and December 1 റാഡിസൺ ബ്ലൂ കൊച്ചി ഹോട്ടലിൽ വെച്ചാണ് ചൈനയിൽ നിന്നുള്ള ജ്വല്ലറി കാണും. അതല്ലാതെ 10-60 അടിപൊളി ലേഡി ഓൺട്രപ്രണേഴ്സ് കാണും, ഫുഡ് കാണും, വേറെ ജ്വല്ലറീസ് കാണും, ക്ലോതിങ് കാണും, എല്ലാം കാണും. സോ നിങ്ങളിത് പേഴ്സണൽ ഇൻവൈറ്റ് ആയിട്ട് കരുതുക. നമുക്ക് അവിടെ വെച്ച് കാണാം. വേദുവിൻ്റെ ബർത്ത്ഡേ ആണ്, നമ്മുടെ ഷോപ്പിൻ്റെ ഫസ്റ്റ് ഇയർ ആണ്. മീറ്റ് ആൻഡ് ഗ്രീറ്റ് കാണും, സംഭവമായിരിക്കും കേട്ടോ. സോ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. ചുമന്നിരിക്കുന്നു നടന്ന്